നമ്മുടെ മഹാത്മാഗാന്ധി എന്തിനാണ് സൗത്ത് ആഫ്രിക്കയിലെ ജയിലിൽ കിടന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? അദ്ദേഹം 21 വർഷം ഇവിടെ ആഫ്രിക്കയിൽ എന്തെടുക്കായിരുന്നു നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് ഇപ്പോഴും സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കാരോട് വിസക്ക് പൈസ വാങ്ങാത്തത് നിങ്ങൾക്കറിയോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. 1893 സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏറ്റവും വലിയ ധനികനായിരുന്ന ദാദ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളുടെ ലീഗൽ അഡ്വൈസറായിട്ട് 24-ാം വയസ്സിൽ ജോലിക്ക് വന്നതാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക്. ഇന്ത്യക്കാരൊക്കെ കൂലികളായിട്ടും ആഫ്രിക്കൻസിനൊക്കെ അടിമകളായിട്ടുമാണ് അന്ന് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ഗാന്ധിജി പോലും അവഗണിക്കപ്പെടുന്നത്. അദ്ദേഹം ലണ്ടനിൽ നിന്ന് ബിരുദമെടുത്ത വക്കീലായിട്ട് പോലും ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരുപാട് അവഗണനകൾ അദ്ദേഹം നേരിട്ടു. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും ട്രെയിനിൽ ചവിട്ടി പുറത്താക്കി. കോർട്ടിൽ പോലും ഗൗണിട്ട് വക്കീലിന്റെ വേഷത്തിൽ വരാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് ഒരു ഹോട്ടലിലും സ്റ്റേ കൊടുത്തില്ല. ഈ 3 ഇൻസിഡന്റുകൾ സംഭവിച്ചതോടുകൂടി ജോലിക്കാരനായി വന്ന അദ്ദേഹം തികച്ചും ഒരു ഫ്രീഡം ഫൈറ്ററിലേക്ക് ചേഞ്ച് ആവുന്ന ഒരു സന്ദർഭം ഉണ്ടായത്. അടിച്ചമർത്തപ്പെടുന്ന കറുത്ത വർഗ്ഗക്കാരനായ സൗത്ത് ആഫ്രിക്കൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങളിലൊക്കെ ജയിലിൽ കടന്നിട്ടുണ്ട്. ഈ ഒരു പോരാട്ട വീര്യത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് നെൽസൺ മണ്ടേല കടന്നു വരുന്നത്. അദ്ദേഹവും ഇതേ ജയിലിൽ തന്നെയാണ് കടന്നത്. അദ്ദേഹത്തോടും ഇന്ത്യക്കാരോടുമുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ഇന്നും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റവും നല്ല ബോണ്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇന്ത്യക്കാരോട് വിസക്ക് സൗത്ത് ആഫ്രിക്ക പൈസ വാങ്ങാത്തത്. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതും ഇന്ത്യയിൽ സ്വതന്ത്ര സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതും. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം നമുക്ക് തന്നിട്ടില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടി വരും? അത് നമ്മൾ പിടിച്ചു വാങ്ങണം.